ചേച്ചി, എന്റെ ഡാഡി ഏത് പാപത്തിന്റെ ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്? അപ്പോ എന്റെ അനിയനെ കൊന്നത് സത്യരാജാണോ? അതെ ചേച്ചി, അവൻ തന്നെ, സത്യരാജ്. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? സത്യരാജന്റെ സ്വഭാവം ക്രൂരതയോടെ അറിയാത്തവരില്ലല്ലോ. അവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനായിരുന്നല്ലേ ഉദ്ദേശം? അയ്യോ അല്ല. പിന്നെ ഇന്നലെ റാസ്കലിനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. ജയിൽ ചാടി ഒരു കൊലപ്പുള്ളി ഒളിപ്പിച്ച് താമസിപ്പിച്ചാൽ അതിന്റെ ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? സാർ, ഇനിയും അവളെ വേദനിപ്പിക്കരുത്. എങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് സത്യരാജ് പറഞ്ഞ പോലെ നിങ്ങൾ വക്കീലിനെ ചെന്ന് കാണണം. അയാൾ തരുന്ന പണം അവനെ ഏൽപ്പിക്കണം. എനിക്കിനി അവനെ കാണാൻ വയ്യ. കാണണം. ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവനോട് പെരുമാറണം. എങ്ങനെ എനിക്കത് സാധിക്കും? ഇല്ലെങ്കിൽ അപകടമാണ്. അവന്റെ കയ്യിൽ ആയുധം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പിസ്റ്റളോ ചെൻകണ്ണോ ഗ്രനേഡോ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? പോലീസ് നിങ്ങളുടെ വീട്ടിൽ കടന്നാൽ തീർച്ചയായും ഏറ്റുമുട്ടലുണ്ടാവും. അതിനകത്തല്ലേ നിങ്ങളുടെ വയസ്സായ അച്ഛനും അമ്മയുള്ളത്. ചിലപ്പോൾ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവന്റെ പ്ലാൻ പ്രകാരം ആംബുലൻസ് കയറി വരട്ടെ, ആളൊഴിഞ്ഞൊരു മൂലയിൽ വെച്ച് ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണം, ഞങ്ങളെ സഹായിക്കാൻ. എന്താ? തീരെയും കൂടെ പോണം. നീ എന്റെ ക്വാർട്ടേഴ്സ് ഇരുന്നാൽ മതി. അപ്പോഴപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിച്ചോണ്ടിരിക്കണം. ഞാൻ ഫോൺ ചെയ്ത് അന്വേഷിച്ചോളാം. എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? ആ പെട്ടി വരൂ. ഇനി തരാൻ. ആംബുലൻസ് വന്നാലുടനെ ഞാൻ അതിൽ കയറിപ്പോവും. അയലത്തുള്ളവർ ചോദിച്ചാൽ എന്തു പറയും? അറിയില്ല. അമ്മ പോകാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ആംബുലൻസ് തിരിച്ചയച്ചു എന്ന് പറയണം. എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. ബാലുവിന്റെ പ്ലാൻ മോശമാണെന്നല്ല. 3 തവണ ജയിലിൽ ചാടിയ സത്യരാജിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഓടുന്നൊരു വാഹനം അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. നമ്മൾ ഇത്രയും പേര് നിൽക്കുമ്പോഴോ? പ്ലീസ്, ആംബുലൻസിൽ കയറുമ്പോൾ വീടിന്റെ ഉമ്മർത്ത് വെച്ച് നമുക്കതിനെ വളഞ്ഞു പിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, അത് റിസ്ക് ആണ്. ഈ ഓപ്പറേഷൻ എനിക്ക് വിട്ടുതരൂ. യു സി, ഐ ആം യുവർ സീനിയർ ഓഫീസർ. ശരി സർ. അതെ, പറയൂ. എന്താ? നീ ഉടനെ ഇല്ലത്ത് നിന്ന് രാധയെ കണ്ട് പറയണം. സത്യരാജനെ വീടിന്റെ ഉമ്മർത്ത് വെച്ച് പിടിക്കാനാ ഉദ്ദേശം. അവൻ ഇറങ്ങി ആരും പുറത്തേക്ക് വരരുത്. വെടിവെപ്പും സംഘടനയും എല്ലാം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇല്ലത്തെ നിന്ന് രാധയോട് പറയണം സൂക്ഷിക്കാൻ. ഉടനെ. ശരി. എന്റെ സ്നേഹിതയാണ്. ഓഹോ, എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ സ്നേഹിത ഇവിടെ തന്നെ ഉണ്ടാവണം. വെളിയിലെങ്ങും പോകാൻ പാടില്ല. എന്താ, വിഷമമുണ്ടോ?